ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് ജില്ലയിലെമ്പാടും ലഭിക്കുന്നത്. തളിപ്പറമ്പ് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന്, പഴയ ബസ് സ്റ്റാൻഡാണിത്. അപ്പോൾ ഈ കാക്കത്തോട് ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ഇപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുന്നത്. ഈ റോഡിലൂടെ അധികം വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല, വലിയ വലിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പോകാൻ കഴിയുന്നത്. ആ രീതിയിൽ വെള്ളം നിറഞ്ഞ അവസ്ഥയാണ്. പലയിടങ്ങളിൽ നിന്നായി വെള്ളം ഒലിച്ച് ഇവിടേക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് ഈ ഭാഗം ഒരു താഴ്ചയുള്ള ഭാഗമാണ്. അവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു, മുട്ടോളം വെള്ളമുണ്ട്. മാത്രമല്ല ഇതിനോട് ചേർന്നുള്ള വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒലിച്ച് വീടുകളിലേക്കാണ് എത്തുന്നത്. അങ്ങനെ വീടുകളുടെ മുറ്റം നിറയെ വെള്ളം നിറഞ്ഞ അവസ്ഥ, ആ വീടിന്റെ മുറ്റം നിറയെ വെള്ളം ഉണ്ടാവുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് എന്നതൊരു ആശ്വാസമാണ്. കെട്ടിക്കിടക്കാത്ത വെള്ളമാണ്. ഇപ്പോൾ ഒഴുകി പോകുന്നത് കൊണ്ട് ഒരു പക്ഷേ വെള്ളം കുറയാൻ സാധ്യതയുണ്ട്, മഴ മാറി നിന്നാൽ. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇന്നത്തെ രണ്ടാമത്തെ ഒരു മഴക്കാണ് നന്നായിട്ട് വെള്ളം കയറിയത്. രാവിലത്തെ ഒരു മഴക്ക് അത്ര ഉണ്ടായിരുന്നില്ല. പിന്നീട് മഴ കുറച്ച് കുറഞ്ഞതായിട്ട് വെള്ളം ആദ്യം കാര്യമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. കഴിഞ്ഞ തവണത്തെക്കാൾ ഇത്തവണ വെള്ളം ഉയർന്നു എന്നതാണ് നാട്ടുകാർ തന്നെ, ഇവിടെ ഉള്ളവർ തന്നെ പറയുന്നത്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പും ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഈ തോതിൽ ഇതാദ്യമായിട്ടാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം കയറുന്നത്. അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവഴിയുള്ള ഗതാഗതം അത് പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. രാവിലെ ഇതിനേക്കാളും ഉണ്ടായിരുന്നു, ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു. രാവിലെ എങ്ങനെ പോയി അങ്ങോട്ട്? രാവിലെ അപ്പുറത്തെ വഴിക്ക് പോയി. അതും നല്ല വെള്ളം തന്നെയായിരുന്നു. വഴി ഒരു ദുരിതമാണ് ജോലിയെ സംബന്ധിച്ചിടത്തോളം. ഹൈവേയിൽ നിന്നും മറ്റും വരുന്നൊരു പ്രധാനപ്പെട്ട പാതയാണ്. അങ്ങനെ മന്ന ജംഗ്ഷനിലേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട വഴിയാണ്. അവിടെയാണ് ഈ രീതിയിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഏതായാലും മഴ ശക്തിപ്പെട്ടാൽ കുറച്ചുകൂടി വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്കയെ നിലനിൽക്കുന്നത്. മഴ മാറി നിന്നാൽ മാത്രമായിരിക്കും വെള്ളം അല്പമെങ്കിലും ഇറങ്ങുക. ഏതായാലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി നൽകിയിട്ടില്ല. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലും ഹാജർ കുറവാണെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.